അപ്പോൾ ആ ഒരു കൂവപ്പൊടി വെച്ചിട്ട് നിങ്ങൾ പുകത്തലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ കുടിച്ച് നോക്കിയാണി. പിന്നെ നിങ്ങൾ എപ്പോഴും നോമ്പിന് നല്ല ഏത് ടൈമിലാണോ നിങ്ങൾ കൂവപ്പൊടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണേ ആ ഒരു സമയത്ത് ഈ ഒരു ഡ്രിങ്ക് ആയിരിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക. കാരണം ഇതിൻ്റെ രുചി അറിഞ്ഞാൽ മക്കളെ നിങ്ങൾ വിടൂല. കാരണം അത്തരത്തിലുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കൂവപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നോമ്പ് തുറന്നിട്ടും നോമ്പിൻ്റെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കുടിക്കാനും തോന്നും. പിന്നെ നിങ്ങൾക്ക് ക്ഷീണം മാറും. പോരാത്തതിന് മൂത്രസംബന്ധമായിട്ട് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നീങ്ങിക്കിട്ടാനും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് സഹായിക്കൂട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂണ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ്, അപ്പോൾ 5 ഗ്ലാസ് കൂവപ്പൊടിയിലേക്ക് 1 ഗ്ലാസ് സാധാരണ നോർമലി വാട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കേണ്ട. 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ കൂവപ്പൊടി നല്ലോണം ഒന്ന് വെള്ളത്തിലൊക്കെ ചേർന്നൊന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് നല്ല പോലെ വെള്ളം പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതാ കൂവപ്പൊടിയല്ലേ പെട്ടെന്ന് കുറുകി കിട്ടും. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് കുറുക്കിക്കോളി കേട്ടോ. അടിക്ക് പിടിക്കുന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയിട്ട് കൈ കടിയാനോ ഒന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകിയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടകട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കറുത്ത മുന്തിരിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് മുന്തിരി വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ മുന്തിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 50 ഗ്രാമോളം മുന്തിരി ഉണ്ടാവും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്തിരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മുന്തിരി ഇതാ നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ കുരു പൊട്ടിക്കളയാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒന്ന് പൾസ് മോഡിലൊക്കെ ഒന്ന് കറക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കുരു ഒന്നും പൊളിഞ്ഞു പോകില്ല. പിന്നെ ഇത് നല്ലോണം ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ മുന്തിരി. ഞാൻ എന്ത് ചെയ്തതാണ്, നല്ലോണം ഒന്ന് കഴുകി ഈ മുന്തിരിയൊക്കെ നമ്മൾ നല്ലോണം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം കഴിയുന്നെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി നല്ലോണം കഴുകിയതിന് ശേഷം ഓരോന്നായിട്ട് ഇടിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുള്ള മുന്തിരിയാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളമൊന്നും കളയണ്ട. ആ വെള്ളത്തോടൊക്കെ തന്നെയാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കുരുവിൻ്റെ ആ ഒരു നമ്മൾ ഒരുപാട് സമയം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുരുവൊക്കെ അരയും. കുരുവും തൊലിയും എല്ലാം അതിൽ കൂടിയിട്ട് അരയും. അപ്പോൾ ഈ കുരു അരഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ എങ്ങനെയൊക്കെ അരിച്ചെടുത്താലും ആ കുരുവിൻ്റെ ചെറിയ പൊടിയൊക്കെ ആ ഒരു ജ്യൂസിലേക്ക് ചാടും. അപ്പോൾ ഇത് കണ്ടാണ് ഇതാ കുരുവിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ആ ഒരു രീതിയിലായിട്ട് അടിച്ചെടുക്കണത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു മുന്തിരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഏത് മുന്തിരിയാണെന്നറിയോ, നല്ല കുരുല്ലാത്ത കറുത്ത മുന്തിരി ഒന്നല്ല, കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ആ ഒരു മുന്തിരിയാണ്. നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചുണ്ടിനൊക്കെ ചെറിയൊരു ചൊറിച്ചിലൊക്കെ വരുമല്ലോ, ആ ഒരു മുന്തിരി. അതായത് നമ്മൾ ജ്യൂസ് അടിക്കണം മുന്തിരി. ഇത് ഒരു 50 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 100-200 ഗ്രാമൊക്കെ എടുക്കട്ടോ. കാരണം ഞാൻ തന്നെ ഇതിലേക്ക് കുറച്ചെടുത്ത് കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ എടുക്കേനിന്ന്. കുട്ടിയൊക്കെ പറയണ്ട മച്ചി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇത്ര മുന്തിരി പോരല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറയണം, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 100 ഗ്രാം മുന്തിരിയെങ്കിലും എടുത്തോളിട്ടാ. ഇനിയിപ്പം മുന്തിരി ഇതുപോലുള്ളത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചാറുകളൊക്കെ നമ്മളെ വയറ്റിലേക്ക് എത്തുന്നത് ഒരുപാട്. നമ്മൾ ഈ ഒരു ആകെ നോമ്പൊക്കെ നോറ്റ് ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ നോമ്പൊക്കെ പിടിച്ചിരിക്കണേ, അവർക്കൊക്കെ ഈ കരിയും പൊരിയൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക, കുട്ടികൾക്കും അത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ അവരും ഇഷ്ടത്തോടു കൂടി എത്രയും കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ഇതുണ്ടല്ലോ വരകി വെച്ചത് അത് കട്ടകട്ടായിട്ടുണ്ട്. ആ ഒരു കട്ടകട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ച് വെച്ച പാലായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നല്ലോണം അതിൻ്റെ ആ ഒരു പാട കെട്ടിയിട്ടുണ്ട്. ആ പാട ഞാൻ അതിലേക്ക് വേറെ ആയിട്ട് തന്നെ മുക്കി ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ.
കാരണം കുട്ടികൾക്കത് കുടിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാട സഹായിക്കും. ഇനിയിപ്പം നിങ്ങൾ ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാട മാറ്റിയിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര നിങ്ങൾ ചേർക്കാതിരിക്കായി നിങ്ങൾക്ക് നന്നായി. ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ പഞ്ചസാര വേണ്ട. ഈ ഒരു മുന്തിരിയുടെ ആ ഒരു ചെറിയൊരു മധുരം തന്നെ ഉണ്ടാവും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ചൊക്കെ ഒരു മധുരം വേണമല്ലോ. പിന്നെ നമ്മളിത് തണുപ്പിച്ചിട്ടും കൂടി കുടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ ഞാൻ നല്ലോണം മധുരം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂവ നമ്മൾ വിരകി തണുപ്പിച്ച് വെച്ചിരുന്നല്ലോ, അത് കട്ടകട്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിക്സിഡ് ജാറിലിട്ടിട്ട് ലേശം പാലും അതുപോലെ തന്നെ 2 കുഞ്ഞിക്കയിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തു ആദ്യം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ലേശം കൂടെ പാലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഈ ഒരു മുന്തിരിയും അതുപോലെ തന്നെ നമ്മളതുണ്ടല്ലോ കൂവപ്പൊടി വരകിയത് അതും എല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റയടി അടിച്ചാൽ പോരേനോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ആദ്യം ഈ ഒരു മുന്തിരി നമ്മൾ വേറെ ഇട്ട് തന്നെ അടിച്ചെടുത്തതെന്ന് വെച്ചാൽ ആ കുരു ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടും വെവ്വേറായിട്ട് തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, ഏത് കളറിലാണ് കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ക്യാമറയ്ക്ക് അനുസരിച്ചുണ്ടാവും ഓരോ ഫുഡിനും ഓരോ ഇതിനൊക്കെ ക്യാമറയിൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളെങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഇതിൽ നല്ലൊരു പർപ്പിൾ കളറായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇത് ഫോട്ടോ എടുക്കുമ്പോഴും നല്ലൊരു പർപ്പിൾ കളർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ ഇത് അത്ര അങ്ങോട്ട് പർപ്പിൾ കളർ കിട്ടണില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടും. ഈ ഒരു മുന്തിരി ജ്യൂസ് നമ്മളെ ആ മിക്സിൻ്റെ ജാറിലിട്ട് ഇളക്കിയപ്പോൾ തന്നെ നല്ലൊരു പർപ്പിൾ കളർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തപ്പോൾ കുറച്ചൊരു കളറ് ചുരുങ്ങിയതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ കണ്ടാൽ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നമുക്കും ഇത് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രിങ്കാണ്. ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കളറ് നല്ലൊരു കളറായിട്ട് കാണുന്നുണ്ടോ നോക്കാൻ. കാരണം ഈ ഒരു ലൈറ്റും ഈ ഒരു ഇതുപോലുള്ളൊരു പാത്രമൊക്കെ ആയതുകൊണ്ട് തന്നെ കളറ് കുറച്ചൊരു വൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോഴൊക്കെ കുറച്ചൊന്ന് കാണില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലൊരു പർപ്പിൾ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്തിരിയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കളർ കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് അടിച്ചൊഴിക്കുകയാണ്. അപ്പോഴാണ് ഇത് നല്ലൊരു പർപ്പിൾ കളർ കിട്ടുള്ളൂ. ആ ഒരു പർപ്പിൾ കളറാണ് നമുക്ക് കൂടുതലൊരു ആകർഷണം വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ സബ്ജ സീഡ്സാണ്. ഇത് നല്ലതാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സബ്ജ സീഡ്സ് 1 ടേബിൾ സ്പൂണെങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡ്രിങ്ക് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിട്ട് കുടിക്കണേനെ നല്ലതാണ് ക്ഷീണത്തിനും. പിന്നെ ഒരുപാട് നമുക്കിപ്പോൾ ഈ നോമ്പൊക്കെ നോറ്റ് വേനലായതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ സബ്ജ സീഡ്സൊക്കെ വെള്ളത്തിലിട്ട് ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം ആയാലും ഏത് വെള്ളങ്ങൾ ഉണ്ടാക്കുക ഏത് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും ഇത് നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ അകത്താക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇതിലേക്ക് കുറച്ചും കൂടെയൊക്കെ ബദാം പിസ്ത അങ്ങനത്തെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പെടൂല. അതൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സമയം ഉണ്ടെങ്കിൽ ചെയ്യണൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അതിനൊന്നും സമയമില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ കുടിക്കുന്ന സമയത്ത് ഇടുമ്പോൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അല്ല ഞാൻ അതിങ്ങനെ പൊതിർന്നൊക്കെ പോയി തോന്നും. അപ്പോൾ ലാസ്റ്റിലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യൽ. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിലൊന്നും ആവശ്യമില്ല മക്കളെ. നിങ്ങളൊന്ന് കുടിച്ച് നോക്കേണ്ടി. നമ്മൾ സാധാരണ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റാണ് ഇത് ഉള്ളത്. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഏതും ചേർത്ത് കേട്ടോ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം. ഏതായാലും ഇത് ഈ ഒരു നോമ്പിന് നമ്മൾ എന്നും തരിക്കഞ്ഞി കുവത്തലിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നു. ഒരുപാട് ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരിട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഓരോക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.